ഹായ് ഗേസ്, ഞാൻ ദിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ റോക്സ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസിനെയൊക്കെ നമ്മൾ ഇപ്പം മുതലേ പരിചരിച്ച് തുടങ്ങിയില്ലെങ്കിൽ അത് മൊത്തം നാശമായി പോവും. അപ്പോഴേക്കും നമ്മൾ അടുത്ത പൂക്കാലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റോസിനെ പരിചരിക്കേണ്ട ചില ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇടുക. റോസ് ചെടിയോ മറ്റേത് ചെടിയോ ആകട്ടെ, ഏതു തരം ചെടിക്കും ജീവൻ നൽകുന്ന കാലം എന്നാണ് മൺസൂൺ കാലത്തെ പറയുന്നത്. ഈ സീസൺ ചെടിയുടെ വളർച്ചയെ കൂട്ടുകയും ചെടിയുടെ ആരോഗ്യത്തെയും പച്ചപ്പിനെയും വീണ്ടെടുക്കാനും സഹായിക്കുന്നു. മൺസൂണിന് ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചില വൈവിധ്യമാർന്ന ചെടികൾക്ക് ഭീഷണി ഉയർത്തുന്നു. അതിൽ റോസ് ചെടി പ്രധാനമാണ്. അതിനാൽ മഴക്കാലത്ത് റോസ് ചെടിയെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് ടിപ്പുകൾ പറയാം. മഴക്കാലത്ത് റോസിനുണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് ഫംഗസ്. മഴക്കാലത്ത് റോസ് ചെടികൾ ഫംഗൽ ആക്രമണത്തിന് ഇരയാകുന്നു. ഇത് തണ്ടും വേരും ചീഞ്ഞഴുകി പോവാൻ സമയം കുമിൾനാശിനികൾ ഉപയോഗിച്ച് റോസിനെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സാഫ്, ഇൻറ്റോഫിൽ തുടങ്ങിയ ഫംഗിസൈഡുകൾ ഉപയോഗിക്കാം. തുടർച്ചയായി ഒരേ ഫംഗിസൈഡ് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിടവിട്ട ആഴ്ചകളിൽ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മുടെ റോസ് ചെടികളുടെ മൂട്ടിലെ കള പറിക്കലാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെടിയുടെ മൂട്ടിലെ കളകളും പൊഴിഞ്ഞു വീണ ഇലകളും നീക്കം ചെയ്ത് വൃത്തിയാക്കണം. കാട്ടുപുല്ലുകളും കളകളും പോഷകങ്ങൾ വലിച്ചെടുക്കാൻ ചെടികളുടെ കൂടെ മത്സരിക്കുക മാത്രമല്ല, അവ കീടങ്ങൾക്കും ഫംഗസിനും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ ചെടിയുടെ ചുവട് എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് കീടങ്ങളെയും പുഴുക്കളെയും അകറ്റുക എന്നതാണ്. മഴക്കാലത്ത് സാധാരണ കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. എന്നാലും മാസത്തിൽ ഒരിക്കൽ ഒരു കീടനാശിനി ഉപയോഗിക്കാൻ മറക്കരുത്. ഇനി ഡ്രിമ്മിങ്ങും പ്രൂണിങ്ങും ആണ്. ചത്തതോ ഒടിഞ്ഞതോ രോഗം ബാധിച്ചതോ ആയ ശാഖകൾ ഉണ്ടെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചാണ് വിമുക്തമാക്കിയ കത്തിയോ കട്ടറോ ഉപയോഗിച്ച് 45 ഡിഗ്രി കോണിൽ മുറിക്കുക. അതായത് ചരിച്ചു വെട്ടണം. മഴയുള്ള കാലാവസ്ഥ ആയതിനാൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം നിന്നാൽ ഫംഗസ് അണുബാധയ്ക്ക് കൂടുതൽ സാധ്യത ഉണ്ടായതിനാലാണ് നന്നായി ചെരിച്ചു വെട്ടാൻ പറയുന്നത്. കൂടാതെ മുറിച്ച ഉടനെ തന്നെ ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേക്കാൻ മറക്കരുത്. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രെയിനേജ്. ചട്ടികളിലെ ഡ്രെയിനേജ് ദ്വാരങ്ങൾ അടഞ്ഞു കിടക്കുന്നില്ലെന്നും മണ്ണിലെ വെള്ളം നന്നായി വറ്റുന്നുണ്ടെന്നും ഉറപ്പാക്കണം. ഇത് വളരെ പ്രധാനമാണ്. റോസിന് നനവ് ആവശ്യമാണെങ്കിലും കൂടുതലായാൽ വേരിന് സ്ട്രെസ് ആവും. വരണ്ടതും ചൂടുള്ളതുമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ്. 1-2 ദിവസം മഴ പെയ്തില്ലെന്ന് കരുതി ഓടിച്ചെന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേൽമണ്ണ് പൂർണ്ണമായി ഉണങ്ങുമ്പോൾ മാത്രം വെള്ളമൊഴിക്കുക. അതും രാവിലെ നനയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് മഴക്കാലത്തിന് മുമ്പെയുള്ള മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതാണ്. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങൾ ഉപയോഗിച്ച് മണ്ണിനെ സമ്പുഷ്ടമാക്കണം. ഉണക്ക ചാണകവും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചച്ചാണകം മണ്ണിൽ നനവ് പിടിച്ചു നിർത്തുകയും അത് ചെടിക്ക് ദോഷമാവുകയും ചെയ്യും. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലാം പൊടി രൂപത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രാസവളപ്രയോഗം വലിയ ഗുണം ചെയ്യില്ല. മഴവെള്ളത്തിൽ വളം ഒലിച്ചു പോവുകയായിരിക്കും ചെയ്യുക. അടുത്ത ഡെഡ് ഹെഡിങ് ആണ്. റോസച്ചെടിയിലെ കരിഞ്ഞു പോയതും പൊഴിഞ്ഞു പോവാറായതുമായ പൂക്കൾ മുറിച്ചു കളയണം. ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് കത്തി ഡ്രിം ചെയ്യുന്നതിന് മുൻപേ തന്നെ അണുവിമുക്തമാക്കണം. ഇങ്ങനെയുള്ള പൂക്കൾ നീക്കം ചെയ്യുന്നതിലൂടെ പുതിയ മുകുളങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ചെടിയുടെ ഊർജം വിതരണം ചെയ്യുകയും മൊത്തത്തിലുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. മഴവെള്ളം കെട്ടിനിൽക്കുന്ന ചെടികൾ ഉണ്ടെങ്കിൽ അതിനെ റീപോർട്ട് ചെയ്ത് മഴ നനയാത്തടുത്ത് ഒരാഴ്ച മാറ്റിവെക്കണം. നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കുക. മഴക്കാലത്ത് റോസ് ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിനകത്ത് ആരോഗ്യമുള്ള തണ്ടുകളെ വരുത്താനായിട്ട് ശ്രമിക്കുക. മഴക്കാലത്തിന്റെ അവസാനത്തോടെ റീപോർട്ട് ചെയ്യേണ്ടുന്ന ചെടികൾ, അതായത് ചെറിയ ചട്ടിയിലുള്ള വലിയ റോസ് ചെടികളോ ഒരു ചട്ടിയിൽ നട്ടിട്ട് 3 വർഷം കഴിഞ്ഞ ചെടികളോ റീപോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മൺസൂൺ കാലത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ച് റോസൊക്കെ നഷ്ടമാകും. ആരോഗ്യം കുറഞ്ഞതും വളരെ ചെറുതുമായ ബഡ് റോസുകൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടും. നമ്മൾ മഴക്കാലത്ത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ നശിച്ചു പോകുന്ന റോസുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ റോസിനെ മഴക്കാലത്ത് പരിചരിക്കേണ്ടതെന്ന്. അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ.